الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. തയമ്മുമിൻ്റെ ചെറിയ ഒരു വിശദീകരണമാണ് പറയുന്നത്. കൂടുതൽ തഫ്സീൽ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ ധാരാളമായി പറഞ്ഞിട്ടുണ്ട്, ഹംദയിലും മഹല്ലിലൊക്കെ. ഫത്തുൽ മുഈനിൽ തയമ്മും കുറവാണ്. എന്താ തയമ്മുമിന് ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ടംഗം മാത്രമേ ഉള്ളൂ, മുഖവും കയ്യും. അത് ഏത് തയമ്മുമിനായാലും മുഖവും കയ്യും. അത് ഖുർആൻ തന്നെ പറഞ്ഞല്ലേ, ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദീക്കും മിൻഹു. ഫൈൻ അജസത അനിൽ മായി, വെള്ളം ഉപയോഗിക്കലിനെ തൊട്ട് നീ അസാധ്യമായി. അസാധ്യതയ്ക്ക് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ലി ഫഖദിഹി ബഅദ തലബി, അന്വേഷണം ചെയ്തിട്ടും കിട്ടിയില്ല. അപ്പോൾ അതിൽ എന്തോന്ന് അന്വേഷിക്കണമെന്നൊന്ന് അല്ലേ. രണ്ട്, ഔ ലി മാനിഇ മിനൽ വുസൂലി ഇലൈഹി, വെള്ളത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എന്തോ തടസ്സമുണ്ട്. മീൻ സബ്ഇൻ, ഒരു പൊടിമൃഗം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഔ മിൻ ഹാബിസിൻ, അല്ലെങ്കിൽ ഒരാൾ തടഞ്ഞു വെച്ച് കളഞ്ഞ് അങ്ങോട്ട് പോകാൻ കഴിയൂല. രണ്ടായില്ലേ. ഔ കാനൽ മാ ഉൽ ഹാദിറു തഹത്താജു ഇലൈഹി ലിയഅ്തശിക, അല്ലെങ്കിലോ ഇപ്പോൾ ഹാദിർ വെള്ളമുണ്ട്, പക്ഷേ നിൻ്റെ ദാഹത്തിനോ ഔ അതശ് റഫീഖിക്ക, അതല്ല നിൻ്റെ കൂട്ടുകാരുടെ ദാഹത്തിനോ എന്തുണ്ട് അനിവാര്യമുണ്ട്. അപ്പോൾ ദാഹത്തിന് മുൻഗണന കൊടുക്കൽ. ഔക്കാന മിൽക്കല്ലി ഗൈരിക്ക, അല്ലെങ്കിൽ വേറൊരാളെ കയ്യിൽ മിൽക്കിലാണ് ഉള്ളത്. വലം ജബഇ ഇല്ലാ ബി അക്സറ മിൻ സമനിൽ മിസ്ലി, അതിൻ്റെ ഒരു അന്നത്തെ ഒരു റേറ്റ് ഉണ്ടല്ലോ, അതിനാക്കാണ് കൂടുതൽ കൊടുത്താലേ ആൾ വിൽക്കുന്നുള്ളൂ, എന്നാൽ കരുതുന്നതൊക്കെ വാങ്ങണ്ടാന്ന്. ഔക്കാന ബിഹ ജറാഹത്തുൻ, അല്ലെങ്കിൽ എനിക്ക് ഒരു മുറി സംഭവിച്ചു. ഔ മറലുൻ, അല്ലെങ്കിൽ രോഗം സംഭവിച്ചു. തഖാഫു മിൻഹു അലാ നഫ്സിക്ക, എന്നിട്ടോ ഈ വെള്ളം ഉപയോഗിച്ചാൽ ഇതിന് നഫ്സിന് എന്തെങ്കിലും ഒരു കോട്ടം വന്നേക്കുന്നു, ഉപയോഗിക്കാൻ തടസ്സമായി. എന്നാൽ എന്ത് വേണം? ഇപ്പോൾ ഇതോരോ തടസ്സങ്ങളാണ് പറഞ്ഞത്. ഫസ്ബിർ ഹത്താ യദ്ഖുല വഖ്തുൽ ഫരീള, ഫർദ് നമസ്കാരത്തിൻ്റെ സമയം കടക്കുന്നത് വരെ എന്താക്കണം? സബൂർ ചെയ്ത് കാത്തുക്കണം. കാരണം വക്ത് കടന്നതിന് ശേഷമേ തയമ്മം പറ്റുള്ളൂ, അല്ലെങ്കിൽ തയമ്മത്തിന് സമയമാവില്ല. കിട്ടി. സ്വമ്മഖ്സിദ് സഈദൻ ത്വയ്യിബൻ, ശുദ്ധമായ ഒരു ഭൂമി നീ ലക്ഷ്യം വെക്കുക. അലൈഹി തുറാബുൻ, അതിൻ്റെ മേലെ മണ്ണുണ്ട്. ഖാലിസുൻ, മറ്റൊന്ന് കലരാത്ത മണ്ണ്. അതുപോലെ താഹിറുൻ, താഹിറായ മണ്ണ്. ലയ്യൻ, എന്നാണ് നേരിയത്, നല്ല ഉദയപ്പാർന്ന സൈസ് ഉണ്ടല്ലോ. അപ്പോൾ മണൽ തരി പോലത്തെ പറ്റൂല എന്ന്. അപ്പോൾ എന്തെല്ലാം ഷർത്തായി? ഒന്ന്, ഭൂമി ശുദ്ധമായിരിക്കണം, അതിൽ മണ്ണുണ്ടാവണം, പാറ പറ്റൂല. ഖാലിസുൻ എന്ന് പറഞ്ഞാൽ വേറെ പല കെമിക്കൽസോ സിമെൻറ്റോ എല്ലാം കൂടെ കൂടി കിടന്ന് പറ്റൂല. നജാസത്ത് കലർന്നതും പറ്റൂല, പൊടിയും വേണം. എന്നിട്ടോ ഫളിരിബ് അലൈഹി കഫൈക്ക്, ഇതിനെ രണ്ട് കൈയും ഇങ്ങനെ അടിക്കുക. അതങ്ങനെ അടിക്കണം. ലാമ്മം ബൈന അസാബിക്ക, വിരൽ ചേർത്ത് പിടിച്ചുകൊണ്ടിട്ട്, അതായത് ഇങ്ങനെ ആക്കണ്ടാന്ന്. അതിന് രണ്ടാമത്തെ അടിയിൽ വിട്ടുപിരിക്കാൻ പറയും, കാരണം ഈ അടിയിലേക്ക് മണ്ണ് കയറാൻ വേണ്ടിയാണ്. രണ്ടാമത്തേത് കൈക്കുള്ള അടിയാണല്ലോ, അപ്പോൾ കുറച്ച് വിട്ടുപിരിക്കാൻ പറയും. എന്നാൽ ഈ അടിയോടുകൂടി എന്താകും? ഈ അടിയിലേക്ക് കയറിക്കോളും. ഇതാകുമ്പോൾ ചേർത്ത് പിടിച്ചിട്ട്. വൻ ബി ഇസ്തിബാഹത്ത് സ്വലാഹ്, ഫർദ് നമസ്കാരം ഹലാലാക്കലിനെ കരുതുക. ഇന്നെന്തുണ്ട്? സുന്നത്ത് നിൽക്കിരിക്കാം. ഇന്നാളെ പറഞ്ഞില്ലേ, വെറും നിസ്കാരം എന്ന് പറഞ്ഞാൽ ഫർദ് പറ്റൂല. വംസഹ ബിഹിമ, രണ്ട് കൈയും ഉപയോഗിച്ച് തടവുക. വജ്ഹക്ക, മുഖം തടവുക. കൊല്ലഹു, മുഴുക്കം മുഴുവൻ തടയിട്ടെത്തിച്ചോളാം. എത്ര വരെ മാലിന്യം പറഞ്ഞിട്ട് ഇതധികം മറക്കുന്നതാണെങ്കിൽ തടവുമ്പോൾ ഇവിടെ കൊള്ളൂല എന്ന്. ഈ മൂക്ക് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഈ ഇതുണ്ടല്ലോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറത്തം വാഹിദ, ഒരൊറ്റ വട്ടേ ഉള്ളൂ. അപ്പോൾ ഇതില്ല വെള്ളത്തിൻ്റെ മാതിരി തസ്ലീസ് ഇല്ല, 3 വട്ടം കഴുകൽ ഇല്ല. വലാ തതകല്ലഫ് ഈസാലൽ ഗുബാരി, മണ്ണ് ചേർക്കാൻ വേണ്ടി പ്രയാസപ്പെടണ്ട. ഇപ്പോഴത്തേക്ക് ഇല മനാബത്തി ഷുഊരി, രോമങ്ങളുടെ വരടുണ്ടല്ലോ, അവിടത്തേക്ക് മണ്ണ് അങ്ങ് തടയേ പോണ്ടു. മണ്ണ് ചേർക്കാൻ വേണ്ടി പ്രയാസപ്പെടേണ്ടിയില്ല. അത് ഹഫത്ത്, അത് നേരിയ രോമങ്ങളായാലും ഔ കസുഫത്ത്, അല്ലെങ്കിൽ തടിച്ച രോമങ്ങളായാലും എല്ലാം കണക്കന്നെ.
കാരണം തൈമം എന്നുള്ളത് ഒരു റുഖ്സയാണല്ലോ. അപ്പം ഒന്നാമത്തെ അടി മുഖത്തിന് കൊടുത്ത്. ഇനി സുമ്മൻ ഖാത്തമൊക്കെ ഇനി അടുത്ത തവണ മോതിരം ഊരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മോതിരത്തിൻ്റെ സ്ഥലം വെള്ളം നനയും പോലെ എന്താവില്ല, മണ്ണ് കയറൂലല്ലോ. അതുകൊണ്ട് മോതിരം ഊരണം. വളരെ ലർബത്തൻ സാനിയ രണ്ടാമത്തെ അടിയടിക്കണം. മുഫർജം ബൈന അസാബി ഇക്കാം, വിരലിൻ്റെ അടിയിൽ അകത്തി പിടിച്ചിട്ട്. അത് മനസ്സിലായില്ലേ എന്ന്. വംസഹ ബിഹിമാ യദൈക്കാം, എന്നിട്ട് ആ രണ്ട് കൈ കൊണ്ടും നിൻ്റെ രണ്ട് കൈനെയും തടവുക. മാമിർഫ കൈക്ക മുട്ട് ഉൾപ്പെടെ. അതില്ലേ. ഇനി ഫഇല്ലം തസ്തവഇബ്ഹുമാ, രണ്ട് കൈയിനേന്ന് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വളരെ ലർബത്തൻ നുഹറൻ, മൂന്നാമത്തെ അടിയും കൂടെ അടിച്ചു വന്നു. അപ്പോൾ ഒരു കൈ വലത്തെ കൈക്കായി, മൂന്നാമത്തത് ഇടത്തെ കൈക്കായി. ഒന്ന് മുഖം, രണ്ട്. ഇതുപോലെ ഇല അൻ തസ്തവഇബ്ഹുമാ, രണ്ട് കൈയും പൂർത്തിയാക്കുന്നത് വരെ. ഇനി എന്ത് വേണം? അപ്പോൾ തൈമം പൂർത്തിയായി. സുമ്മം സിഹിദ കഫൈക ബില്ലുഹറ, കഫ ഏതാന്ന് ഇതല്ലേ, ഇത് മറ്റൊന്ന് ഒന്നിങ്ങനെ വരക്കല്ലേ. വംസഹ് മാബൈന അസാബിഇക്കാനി, വിരലിൻ്റെ ഇടയിൽ തടകണം. തബി തഖ്ലീൽ, അതിപ്പോൾ ഒന്നുണ്ടാക്കിയാൽ തന്നെ രണ്ടും കിട്ടുമോ? ഇനി വസല്ലി ബിഹി ഫർളും വാഹിദൻ, ഒരു തൈമം കൊണ്ട് ഒരു ഫർള് മാത്രം. വമാ ശൈത മിനൻ നവാഫിൽ ബാദൽ ഫർൾ, ഫർള് കഴിച്ചാൽ ബാക്കി നവാഫിൽ എത്രയും ആക്കാം. മയ്യിത്ത് നിസ്കാരവും ആക്കാം, സുന്നത്ത് റവാത്തിബ് എല്ലാം ആക്കാം. ഇനി അപ്പോൾ എന്ത് കാരണത്താലാണ് തേമത്തിലേക്ക് പ്രേരിപ്പിച്ചത്? പറ. കിട്ടാത്തപ്പം കിട്ടിയല്ലോ, അപ്പം പോയി. പക്ഷേ ഈ പറയും ആ വെള്ളത്തിന് നേരത്തെ പറഞ്ഞില്ലേ കുടിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി വരും. അപ്പം അതെ വേണം. എനിക്ക് അതിലേക്ക്. അപ്പോൾ പണ്ടൊരു കുട്ടി ചോദിച്ചു, പ്ലെയിനിലേക്ക് കൂടി വെള്ളം ഒരു വണ്ടിയിലേക്ക് കൂടി പോകുന്ന കണ്ടെങ്കിലോ, ആ വെള്ളം നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയില്ലല്ല. ഈ ടാങ്കർ കെട്ടിയിട്ട് കൈ അപ്പോൾ ഒന്നു കൊടുക്കാനല്ലേ. അപ്പോൾ ഒന്നു കൊടുക്കുമ്പോൾ ആദ്യം മുഖം വെള്ളം കൊണ്ട് സാധാരണ കയറുമ്പോൾ തന്നെ കയറണം. എന്നിട്ട് ബലത്തൈന മുന്തിക്കലാണെങ്കിൽ ആ കയ്യിൻ്റെ വെള്ളം തട്ടാൻ പാടില്ലാത്ത സ്ഥലം ഒഴിച്ചു വെച്ചിട്ട് ബാക്കിയെല്ലാം വെള്ളം കൊണ്ട് കയറണം. എന്നിട്ട് ആ ഒഴിഞ്ഞതിന് തൈമം ചെയ്യണം. എന്നിട്ട് വേണം അടുത്തയിലേക്ക് കിടക്കാൻ. ആ എല്ലാത്തിനും ഏത് തൈമത്തിനായാലും തന്നെ മുഖം കൈ അവിടെ മറുണ്ടെങ്കിൽ മാറ്റിയിരിക്കണം. മറുണ്ടെങ്കിൽ എന്തായി, അസലും കിട്ടിയിട്ടില്ല, മണ്ണും കിട്ടിയിട്ടില്ലല്ല. ഈ മുഖവും കഴിക്കുന്നുണ്ട്. വളുവിൻ്റെ അംഗവുമാണ്, തേമത്തിൻ്റെ അംഗമാണ്. ഇവിടെ തേമം ചെയ്യുമ്പോൾ മറയുണ്ടെങ്കിൽ എന്തായി, അസല് വെള്ളം ഏതായാലും കിട്ടിയില്ല, മണ്ണോ അതും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ലറൂറത്തിന് നിസ്കാരമാക്കാനേ പറ്റുള്ളൂ. ആ എന്നാൽ അത് മുടക്കണ്ട. അതെ അതെ. ഇനി അപ്പം ഈ അംഗത്തിന് ചെയ്യുന്ന തൈമം ആദ്യം ചെയ്യുകയും ചെയ്യുക, കഴുകൽ ആദ്യം കഴിയുകയും ചെയ്യുക. അതിന് തർത്തീബില്ല. ആദ്യം ആ ഒഴിഞ്ഞ സ്ഥലത്തിന് വേണ്ടി തൈമം ചെയ്ത്, അപ്പം എന്തായി, ആ വെള്ളം തട്ടാൻ പാടില്ലാത്ത സ്ഥലത്ത് പരിഹാരമായി. ബാക്കിയുള്ളതിനെ കഴുകണം, ആ ഒഴിച്ച് വെച്ചിട്ട് അതങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. ചളിയാവൂല. അത് മഹല്ലിമാൻ പറഞ്ഞല്ല, ആദ്യം തേമം എന്താന്ന് മുന്തിക്കലാ നല്ലത്. എന്തുകൊണ്ട്? രണ്ടാമത്തെ തുടച്ചിട്ട് കിടക്കണം, മറ്റാവും ചളി വരങ്ങും. ഇനി ഫൈദ അറത്ത ഫർലൻ സാനിയൻ, രണ്ടാമത്തൊരു ഫർൾ ഉദ്ദേശിച്ചാൽ ഫസ്തഗ്നിഫ് ലഹു തയമ്മുമൻ ആഖർ, അതിന് വേണ്ടി രണ്ടാമത്തൊരു തയമ്മം പുതുക്കണമെന്നായി. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞാൽ നല്ല ഒറ്റ തേമം. ശരിക്കും പറഞ്ഞാൽ എങ്ങനെ തടകിയാലും തേമാവും. ഒരാളിങ്ങനെ അതപ്പോൾ ഇത് സാധാരണ ഉള്ളും പുറലാക്കാനുള്ളൊരു പൂർണ്ണമായ രൂപ പറഞ്ഞിരിക്കുന്നത്, എവിടെ ഒയ്യാതിരിക്കാൻ. അപ്പോൾ ജമ്മാക്കി നിൽക്കിരിക്കുമ്പോൾ രണ്ട് തേമം വേണ്ടി വരും. അതെ, തേമം ചെയ്തിട്ട് രണ്ടാം ദിവസം ഇരിക്കണം. അത് തക്രീമായാലും തഹീറായാലും. അത് കഴിഞ്ഞില്ലേ? അവാബ് കഴിഞ്ഞല്ല.
ഇനി ആദാബുൽ ഖുറൂജി ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് പുറപ്പെടുന്നതിൻ്റെ ആദാബ് പറയുന്നു. ഫൈദാ ഫറഗത മിൻ തഹാറത്തിക്ക, നിൻ്റെ തഹാറത്തെല്ലാം തീർന്ന്, എങ്ങനെ ഒതുവായാലും തൈമമായാലും, ഫസല്ലി ഫി ബൈത്തിക്ക റക്അത്തൈൽ ഫജ്ർ, ഫജ്റിൻ്റെ 2 റക്അത്ത് വീട്ടിൽ വെച്ച് നമസ്കരിക്കുക. എപ്പോൾ? ഇൻകാനൽ ഫജ്റു ഖത്തല, ഫജ്ർ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്നിട്ടാണ് പള്ളിയിലേക്ക് പുറപ്പെടുന്നത്. ഹാ കദാലിക കാന യഫ്അലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്രകാരമാണ് ചെയ്യാറുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. സുമ്മ തവജ്ജഹ ഇലൽ മസ്ജിദ്, പിന്നെ പള്ളിയിലേക്ക് നീ പുറപ്പെടുക, പള്ളി ലക്ഷ്യം വെച്ചിട്ട്. വലാ തദഇ സ്വലാത്ത ഫീ ജമാഅത്തിൻ, ജമാഅത്തായിക്കൊണ്ടുള്ള നമസ്കാരം നീ ഉപേക്ഷിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു. ലാ സിയമാ സലാത്ത് സുബ്ഹി, പ്രത്യേകിച്ച് സുബ്ഹി നമസ്കാരം. എന്തുകൊണ്ട്? ഫസലാത്തുൽ ജമാഅത്തി തഫ്ളുലു സലാത്തൽ ഫദ്ദി, ജമാഅത്തായിക്കൊണ്ടുള്ള നമസ്കാരം ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ദറജ കൂടും. ബി 27 ദറജ, 27 ദറജ. അപ്പം ഒന്നിന് 10 കൊടുക്കുന്നതിനകത്ത് 270 അതാ. ഫഇൻ കുന്ത തതസാഹലു ഫീ മിസ്ലി ഹാദർ ദിബിഹി, ഇത്തരത്തിലുള്ള ലാഭമുണ്ടല്ലോ, ലാഭകരമായ കാര്യത്തിൽ നീ ലാഘവം കാണിക്കുകയാണെങ്കിൽ അത് സാരമില്ല എന്ന് കാണിക്കുന്നു. ഫയ്യു ഫായിദത്തിലൊക്കെ ഫീ തലബിൽ ഇൽമി, ഇൽമു പഠിക്കുന്ന പിന്നെ എന്താ ഫായിദ ഉള്ളത്? കിട്ടും. അവൽ വക്തിൻ്റെ വേറെ കിട്ടും, അത് ജമാഅത്തിൻ്റെ അല്ലല്ലോ, വക്കത്തിൻ്റെ അല്ലേ. നിസ്കാരം സ്ഥലം, സമയം, ഹൈഅത്ത് 3 ബാധിക്കൂലേ. സ്ഥലം എന്ന് പറഞ്ഞാൽ പള്ളിൻ്റെ പുറത്തിനാക്കാണ് പള്ളിക്ക്. അതുപോലെ മറ്റുള്ള പള്ളിയെ അപേക്ഷിച്ച് മസ്ജിദുൽ ഹറാമിന് അത് സ്ഥലത്തിൻ്റെതാണ്. രണ്ടാമത്തത് വക്കത്താണ്. വക്കത്ത് അവല് വക്കത്തിന് കിട്ടുന്ന സാധനം കുറച്ച് വൈകും തോറും കുറയും. മറ്റേത് ഹൈഅത്താണ്. ഹൈഅത്ത് ഏതാ? ജമാഅത്തായിക്കൊണ്ടുള്ളത്. ഇപ്പോൾ അവല് വക്തിന് പ്രത്യേക ലാഭിത്ത് എന്താ പറഞ്ഞാൽ അവിടെയുള്ള ഒരു വക ആക്കൽ ഒരുമിച്ച് കൂടാനുള്ള എന്താണ്, മലമൂത്ര വിസർജനം, ഔറത്ത് മറക്കൽ, കബലിയായ പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ ആവശ്യമായ ഒരു ടൈം. അപ്പം കുറച്ച് വിശാലമായ പള്ളിയാണെങ്കിൽ കുറച്ച് അധികം ഒരു മണിക്കൂറെങ്കിലും വേണ്ടി വരും. എല്ലാവരും ഒന്നുകൊടുത്ത് വരുന്നവരായിരിക്കില്ലല്ലോ. അതെ, അവർക്ക് 20 മിനിറ്റ് കാത്തിക്കേണ്ടി വരുന്നില്ലേ? 20 മിനിറ്റിന് ആവശ്യം ഉണ്ടായതുകൊണ്ടാണല്ലോ. നമ്മൾ 2 മാത്രമാണെങ്കിൽ 20 മിനിറ്റ് കാക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇതിൽ സംഘടിക്കേണ്ട ആളുകൾക്ക് നിസ്കാരത്തിലേക്ക് ഒരുങ്ങി വരാനുള്ളൊരു ടൈം അവിടെ അതിങ്ങനെ കൂടുകയും കുറയും ചെയ്യും. ചിലത് തെറ്റിദ്ധരിച്ചെന്താണെന്നറിയാം, യാതൊരു ജമാഅത്ത് വെച്ചാൽ അമ്പലമൊക്കെ തോറ് കൊണ്ടുപോയി ബറാരിക്കില്ല എന്ന്. അങ്ങനെ ചില തബലീഗുകാരെ മനസ്സിലാക്കിനി. അങ്ങനെ ഒരാൾ ഭയങ്കര ഹൈ സ്പീഡിൽ വിട്ട് വണ്ടി. ഞാൻ പറഞ്ഞ് അഥവാ ജമാഅത്ത് കഴിഞ്ഞ് നമുക്ക് തുടങ്ങിക്കൂടെയപ്പോൾ ആദ്യത്തെ ആളെ കൊണ്ടുപോയില്ലേ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കിയ രീതിന് ആദ്യം നിൽക്കി ജമാഅത്ത് എന്തായി അപ്പോൾ ലോകത്ത് കൊണ്ടുപോയി. അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇന്ന് പള്ളി നിസ്കരിക്കുന്നതെല്ലാം അപ്പോൾ ലോകത്ത് തന്നെ. അപ്പോൾ ആൾ കുറവാണെങ്കിൽ എത്രയും വേഗമാക്കാം. അതിൻ്റെ കമ്പനിയായ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അത് കിട്ടും. ആ ടൈമിൽ പരിധിയിൽപ്പെട്ടാൽ മതി. അത് സാത്ത് എന്ന് തന്നെ മണിക്കൂർ എന്ന് വെക്കണ്ട. ആ ഫജ്ർ സാദിക്ക് മുതൽ ഖുതുബ എന്നുള്ളവരുടെ 6 ഓഹരി വെക്കലാണ്. അത് ചിലപ്പോൾ 6 മണിക്കൂറും ആവാം, അല്ലെങ്കിലോ ഒരു 7 മണിക്കൂറുള്ള സമയമാണ് 1 മണിക്കൂറിന് ചില്ലറ ഭാഗം വരും. 7 മണിക്കൂർ ഹരിക്കണം 6, അതല്ലേ ഫത്വൽ മിൽ പറഞ്ഞത്. ചിലപ്പോൾ മണിക്കൂർ കുറവാണെങ്കിൽ അതിനെ ചുരുങ്ങിയിട്ടും വരും. ആ ചുരുക്കത്തിൽ 6-1 നോക്കുക. ഫജ്ർ മുതലുള്ള ഇമാമ് മിമ്പർമക്കാറുള്ള സാധനത്തിൻ്റെ 6-1 നോക്കല്. 1 മണിക്കൂർ എന്ന് പറയുന്നത്. ഇനി ഫായിദത്തിലൊക്കെ ഫീ തലബിൽ, ഇതാണ് അദ്കിര ബൈത്താക്കിയ വലിമത്തഅല്ലുമു ഇൻ തകുൻ തതസാഹലു ഫീ മിസ്ലി ഹാദർ റിബ്ഹി അഖ്സറ അജ്ഹല. ഇത്തരത്തിലുള്ള വലിയ ലാഭം കിട്ടുന്ന ഒരവസ്ഥ മാറ്റിയിട്ട് അത് സാരിയില്ല എന്ന് വെച്ചിട്ട് പിന്നെ പഠിച്ചിട്ടെന്താ കാര്യമൊന്നും. ഇന്ന് പല കോളേജിലുണ്ടാവും ജമാഅത്താണ് നടക്കുന്നത്, പുറത്തുനിന്ന് ഫോം വിളിക്കുന്നുണ്ടാവും, വർത്തമാനം പറയുന്നുണ്ടാവും. അതിനെപ്പറ്റി ശ്രദ്ധിക്കാനവരെ ഇടയിലൊന്നും കാണാനില്ല. നമ്മൾ ഇന്നിടക്ക് ചിന്തിച്ചു നോക്കി അങ്ങനെയൊന്നും.
എന്താ വൈന്നമാ സമറത്തുൽ ഇൽമിൽ അമലു ബിഹി, ഇൽമു കൊണ്ടുള്ള ഫലം എന്താണ്? അതുകൊണ്ട് അമൽ ചെയ്യലല്ലേ. അത് അടക്കുന്നു ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഫൈദ സഅയ്ത ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് നീ നടക്കുമ്പോൾ ഫംഷി അലാ ഹൈഅത്തിൻ വതുഊദത്തിൻ വലാ തഅജൽ, സാവധാനമായിക്കൊണ്ട് നടക്കണം, നല്ലൊരു ആശ്വാസത്തിൽ, തിരക്കൂട്ടാൻ പാടില്ല. ചിലരുണ്ടാവും എന്താ ആർക്ക് അണിക്കാനെന്നറിയില്ല, നമ്മൾ അബുദാബിയിൽ നിന്ന് ഒരാൾ എനിക്കൊരു അടി തന്നു, ഞാൻ ഓടായിച്ച് ഇക്കാമത്ത് കൊടുക്കുന്നുണ്ട്, ഇയാളെന്താക്കി ഇരുന്ന് കൈ കെട്ടിച്ച് ഓടയുന്നു. ഇത് ആർക്ക് പതിപ്പിക്കാൻ? ഇയാൾ അത്തരത്തിൽ ജമാഅത്തിന് ശുഷ്കാന്തിയുള്ള ആളാന്ന് വരുത്താനാണ്. കൈയും കെട്ടിക്കൊണ്ടിരിക്കുന്നേ ഓടുന്നു. എന്നിട്ട് ഞാൻ ഓടാത്തതുകൊണ്ട് പുറത്തൊരു അടിയും പോന്ന പോക്കിൽ. അതിനത് ഹദീസ് തന്നെ നസ്തായിട്ട് വിരോധിച്ചതാണത്. ഇത് കാരണം എന്ന് പറഞ്ഞാൽ പോകുന്ന വലിയ ആൾ പാഞ്ഞു കയറി കൊണ്ട് കാര്യമുണ്ട്. നിസ്കാരത്തിലേക്ക് അതിൻ്റേതായ ആദാബും സാവധാനത്തിൽ കയറണ്ടേ, പിന്നെ ഒന്ന് ചെവിട്ടടീൻ്റെ കൂലി കിട്ടണ്ടേ. അതിനെന്താക്കുന്ന ഇക്കാമത്ത് കൊടുക്കോളം കാത്തു നിന്നിട്ട് കിടന്ന് അന്തരം പിരിപിരിയാക്കിയിട്ട് എന്താ വേണ്ടത്? കുറച്ച് നേരത്തെ ഒരുങ്ങിയാൽ മതിയല്ലോ. ഇനി പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാലോ. ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരിക്കൽ ഞാൻ കുറച്ച് ധൃതി പിടിച്ചിട്ട് പോയി, അപ്പോൾ ഓതാൻ കഴിയുന്നില്ല. മനസ്സിലായി ഇതുകൂടാതെ ഇതും കൂടി കാരണം ഉണ്ട് എന്നുള്ളത്. അതെ, ആ കിടപ്പിൽ കറക്റ്റ് വഖുൽ ഫീ തരീഖിക, ആ പോകുന്ന വഴിയിൽ പറയാനുള്ള ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി സായിലീന അലൈക വബിഹഖി റാഗിബീന ഇലൈക വബിഹഖി മംശായ ഹാദാ ഇലൈക فإني لم أخرج عشرا ولا بطرا ولا رياء ولا سمعة بل خرجت اتقاء سخطك وابتغاء مرضاتك فأسألك أن تنقذني من النار وأن تدخلني الجنة وأن تغفر لي ذنوبي فإنه لا يغفر الذنوب إلا أنت. അത് പോക്കി ചൊല്ലിക്കൊണ്ട് പറഞ്ഞാൽ മതിയല്ലോ. എന്താണ് ചോദ്യത്തിൽ? അള്ളാഹു ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബിഹക്കി സായിലീങ്ങളുടെ ഹക്കുണ്ട്. ആരമേലുള്ള ഹക്ക് അലയിക്ക് നിൻ്റെ മേലിൽ. അതായത് സായിൽ വന്നാൽ അതിൻ്റെ ഹക്ക് എന്താന്ന്? അള്ളാഹു താലാക്ക് ഹക്കുണ്ട് എന്നല്ല, അള്ളാഹു താല ഏറ്റത് കൊണ്ടുള്ള ഒരു രീതി. കതബ അലാ നഫ്സിഹിർ റഹ്മ എന്ന് പറഞ്ഞില്ലേ, ഒരു റഹ്മത്ത് തരാൻ അള്ളാഹ് സ്വയം ഏറ്റെടുത്തുന്നു. സ്വയം ഏറ്റെടുത്തൊരു ബാധ്യത പോലെയായി. അപ്പോൾ സായിരീങ്ങൾക്കുള്ള ഹക്ക് ആരമേലുള്ള അലൈക്ക നിൻ്റെ പേരിലുള്ള ഹക്ക്, അതുകൊണ്ട് ചോദിക്കുന്നു. ഇനി നിന്നെക്കൊള്ള ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഹക്കുണ്ട്, അതുകൊണ്ടും ചോദിക്കുന്നു. എൻ്റെ ഈ നടത്തം കൊണ്ടും ചോദിക്കുന്നു. അപ്പോൾ ഈ നടത്തം കൊണ്ട് വസീലയാക്കിയിട്ടപ്പോൾ ഉള്ളത് വസ്തുല ചെയ്തിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. വംശായ നടത്തം, നിന്നിലേക്കുള്ള നടത്തം. ഞാൻ ഒരു അഷറൻ കിബിറുകാരനായിട്ടോ അല്ലെങ്കിൽ മറ്റേ അഹങ്കാരിയായിട്ടോ മറ്റുള്ള ആളെ കാണിക്കാനോ കേൾപ്പിക്കാനോ ഒന്നും ഞാൻ പുറപ്പെട്ടതല്ല. ഫൈനീൽ അമ്മഹറുജ് അഷറൻ വലാ ബത്തറൻ വലാ റിയാൻ വലാ സുൻഅത്തൻ ബൽ ഖറജതു ഇത്തിഖാ സഖതിക്, നിൻ്റെ കോപത്തിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടതാണ്. മാത്രമല്ല വബ്തിഖാ മർളാതിക്, നിൻ്റെ പൊരുത്തത്തിനെ കാക്ഷിച്ചുകൊണ്ടും. ഫഅസ്അലുക അൻ തുൻഖിദനി മിനന്നാർ, നരകത്തിനെ തൊട്ട് രക്ഷപ്പെടുത്താൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു. സ്വർഗത്തിൽ കയറ്റാനും എൻ്റെ ദോഷങ്ങളെല്ലാം പുറത്തു തരാനും. എല്ലാ ദോഷങ്ങളും നീയല്ലാതെ പൊറുക്കുകയില്ലല്ലോ. അതാണ് ദുആൻ്റെ ചുരുക്കസാരം. അത് പോക്ക് ആ തിരക്കൂട്ടിയിട്ടാണ് പോകേണ്ടത്. വലിയ പോലീസ് അതാന്ന് മനസ്സിലാക്കിയ ജാഹിലിങ്ങളുണ്ട്. നീ എന്താ ഓടാത്തതെന്ന് വെച്ചാൽ ഒറ്റ അടിയെന്ന്. ഇനി പള്ളിയിലേക്ക് എത്തുന്നു. ഫൈദാറത്ത ദുഹൂലൽ മസ്ജിദി, പള്ളിയിൽ കയറാൻ ഉദ്ദേശിച്ചാൽ ഫഖദ്ദിം റിജ്ലക്കൽ യുംന, വലത്തേക്കാലും മുന്തിക്കണം. വഖുൽ, നീ പറയണം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വസല്ലിം അല്ലാഹുമ്മ ഗഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. അതൊക്കെ ചെറിയ പരിപാടിയാണ്. വമഹ്മാ റഅയ്ത ഫിൽ മസ്ജിദി, ഇനി പള്ളിയിൽ നീ കാണുന്ന മൻ യബീഉ, വിൽപ്പന നടത്തുന്ന ആളെ. എന്നാൽ എന്താ പറയുന്നതറിയോ? ലാ അർബഹക്കല്ലാഹു തിജാറത്തക്ക, നിന്റെ കച്ചവടത്തിൽ ലാഭം കിട്ടാണ്ട് പോട്ട് എന്ന് പറയില്ല. പള്ളിയുടെ ഉള്ളിൽ പറ്റൂലല്ല. അല്ല, പള്ളി മുറ്റത്തല്ലേ, പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ലേലം വിളി പറ്റൂലല്ലോ.
അതാ പറ്റൂല, അത് നിരോധിക്കണം. നമ്മളാ മറ്റേ ആ പുതിയ പള്ളി എടുത്തില്ല, ഞമ്മെല്ലാം പോയിട്ട് ഇനി കിബില കിട്ടൂല എന്ന് പറഞ്ഞെങ്കിലെല്ലാം ബാങ്ക് വന്നിട്ടല്ലേ കിബിലയാക്കിയ. അവിടെ സ്ഥലത്തിന് തേങ്ങുപ്പുണ്ട് ലേലം വിളിക്കാൻ പറഞ്ഞു. അവനെ പള്ളിയിൽ നിന്ന് ലേലം പറ്റില്ല, മുറ്റത്തുനിന്നാണ്. നമ്മുടെ പള്ളി നമുക്ക് ലേലം വിളിച്ചുകൂടാന്ന് ഇയാൾ പറയുന്നത്. അപ്പോൾ അടുത്ത മാസവും കൂടി ബുക്ക് ചെയ്ത് എനിക്ക് വരാൻ നെച്ചോർ മഞ്ചിക്കാനെ കണ്ടിട്ട് പറഞ്ഞ് ഓരോട് എങ്ങനെ പോലെ അടുത്ത പ്രാവശ്യം വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവൻ നേരിട്ട് പറയുമെങ്കിൽ നിങ്ങൾ പറയുമെന്ന് മാമ്പിഞ്ഞ വരെ ഞാനിപ്പം തന്നെ പറഞ്ഞൊക്കെ എവിടെയെങ്കിൽ പിന്നെ അങ്ങോട്ട് അടുപ്പിക്കലില്ല. തേങ്ങുപ്പി കൊണ്ടാണ് ഇത് പള്ളിയിൽ ലേലം വിളിക്കാൻ പറഞ്ഞു. ഞാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ട് നമുക്ക് സിറ്റാന്ന് ചെയ്യുന്ന ഇനി മേലാരെ ആളെ വിളിക്കില്ലായിരുന്നു. വിളിച്ചില്ലെങ്കിൽ എന്താ ഇനി വൈദാറായിത്ത മയ്യൻസുദഫീഹി ലാല്ലത്തൻ, കാണാതായി പോയ സാധനത്തിനെ അന്വേഷിക്കുന്ന ഒരാൾ. എന്നാലോ ഫക്കുൽ ലാ റദ്ദല്ലാഹു അലൈക ലാല്ലത്തക്കാൻ അലൈക്കും, നിൻ്റെ കാണാതായ സാധനം അള്ളാഹ് എനിക്ക് മടക്കി തരാതിരിക്കട്ടെ എന്ന്. അതായത് അത്രയും അത് നിരുത്സാഹപ്പെടുത്തി കളഞ്ഞു. ഇതെന്താ കദാലിക അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം കൽപ്പിച്ചതാണ്. പള്ളി അതിനുള്ള എല്ലാം. ഫൈദാ ദഖൽതൽ മസ്ജിദ, പള്ളിയിലേക്ക് കഴിയാൽ ഫലാ തജ്ലിസ് ഹത്താ തുസല്ലിയ റകഅത്തൈ തഹിയ്യ, തഹിയ്യത്തിൻ്റെ 2 റക്അത്ത് നമസ്കരിക്കാതെ ഇരിക്കരുത് എന്ന് പറഞ്ഞു. അത് ഈ നിസ്കാരത്ത് കിട്ടാൻ മാത്രം ഒഴിവില്ല എന്ന് കണ്ട സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ചൊല്ലിയിട്ട് അവിടെ കാത്തുനിന്നോളാം. അല്ലെങ്കിൽ തുടങ്ങിയാൽ എന്താകും, ഒന്നിക്കിൽ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെടും, അതും അല്ലെങ്കിലോ ഒന്നാം സഫ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ വലഭാഗം നഷ്ടപ്പെടും. ഇങ്ങനെ എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുമല്ല. എന്തായാലും കാലിന് ഈ തണുപ്പിനാണിത്. അതായത് ഈ തഹിയ്യത്തിന് നിസ്കരിക്കാനുള്ള ഗ്യാപ്പാടില്ലെങ്കിൽ ഈ തഹിയ്യത്തിന് തന്നെ വേണമെന്നില്ല. കബലിയ എന്തെങ്കിലും 2 റക്അത്ത് കിട്ടിയാൽ മതി. അപ്പോൾ 1 റക്അത്ത് വിത്ർ മതിയാവില്ല എന്നാണ്. വിത്ർ നിസ്കാരത്തിന് 1 റക്അത്ത് മതിയല്ല, പക്ഷേ തഹിയ്യത്തിന് മതിയാവില്ല. അതുകൊണ്ട് മയ്യിത്ത് നിസ്കാരവും മതിയാവില്ല. അവിടെ റക്അത്തില്ലല്ല. എന്താണ് ഹദീസിൻ്റെ മഫ്ഹൂം? റക്അത്തൈ, 2 റക്അത്ത് എന്നുണ്ടല്ലോ. ഇനി ഫഇല്ലം തകുൻ സല്ലൈത ഫീ ബൈതിക റക്അത്തൈൽ ഫജ്രി, ഫജ്റിൻ്റെ 2 റക്അത്ത് നീ വീട്ടിൽ വെച്ച് നിസ്കരിക്കണം എന്നല്ലേ നേരത്തെ പറഞ്ഞേ. അതില്ലെങ്കിൽ ഇവിടെ ഫജ്റിൻ്റെ 2 റക്അത്ത് നിസ്കരിച്ചാലും മതി അല്ലേ. ഫയുജ്സിഉക അദാഉഹുമാ അനി തഹിയ്യത്തി, ആ ഫജ്റിൻ്റെ 2 റക്അത്ത് നമസ്കാരം തഹിയ്യത്തിനെ തൊട്ട് മതിയാകും. അത് ശരിയില്ലേ? ഇനി ഫൈദാ ഫറഗത മിനർ റക്അത്തൈനി, 2 റക്അത്തിൽ നിന്ന് വിരമിച്ചാൽ ഫൻവിൽ ഏത്തിക്കാഫ്, ഏത്തിക്കാഫിനെ കരുതിക്കോ എന്നവർ. ഇത് അതാണ്. അപ്പോൾ അത്രയും സമയം നീയത്തില്ലാണ്ട് പോയല്ലോ ഒന്നും. ഇപ്പോൾ നമ്മൾ മൂപ്പർ അല്ലാഹിനനുസരിച്ച് പോയതാണ്. കയറുമ്പോൾ തന്നെ നീ ഏത്തിക്കാഫ് നീയത്ത് ചെയ്യില്ലാന്ന് അഫ്ളൽ, അല്ലെങ്കിൽ അത്രയും സമയം നമുക്ക് പാഴായില്ലേ. ഇനി വദ്ഉ ബിമാ ദആ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത ഒരു ദുആയുണ്ട്. ബഅദ റക്അത്തൈൽ ഫജ്റിൻ്റെ 2 റക്അത്തിന് ശേഷം. അതാണ് പറയുന്നത്, താഴെ പറയുന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക റഹ്മതൻ മിൻ ഇൻദിക തഹ്ദി ബിഹാ ഖൽബി വതജ്മഉ ബിഹാ ശംലി വതലുമ്മു ബിഹാ ശഅസി വതറുദ്ദു ബിഹാ ഉൽഫതി വതുസ്ലിഹു ബിഹാ ദീനി വതഹ്ഫദു ബിഹാ ഗായിബി وترفع بها شاهدي وتزكي بها عملي وتبين بها وجهي وتلقيني بها رشدي وتلقيني. അവിടെ യാ ഫതഹ വേണ്ടല്ല, മൻസൂബാണെങ്കിലല്ലേ യാ വേണ്ടു. وتعصمني بها من كل سوء. اللهم إني أسألك إيمانا دائما يباشر قلبي وأسألك يقينا صادقا حتى أعلم أنه لن يصيبني إلا ما كتبته علي ورضني بما قسمته لي. اللهم أعطني إيمانا صادقا ويقينا ليس بعده كفر ورحمة أنال بها شرف كرامتك في الدنيا والآخرة. اللهم إني أسألك الصبر عند القضاء والفوز عند اللقاء ومنازل الشهداء وعيش السعداء والنصر على الأعداء ومرافقة الأنبياء. اللهم إني أنزل بك حاجتي وإن ضعف رأيي وقصر عملي وافتقرت إلى رحمتك
فأسألك يا قاضي الأمور ويا شافي الصدور كما تجير بين البحور أن تجيرني من عذاب السعير ومن دعوة الصبور ومن فتنة القبور. اللهم وما قصر عنه رأيي وضعف عنه عملي ولم تبلغه نيتي أو أمنيتي من خير وعدته أحدا من عبادك أو خير أنت معطيه أحدا من خلقك فإني أرغب إليك فيه وأسألكه يا رب العالمين. اللهم اجعلنا هادين مهتدين غير ضالين ولا مضلين حربا لأعدائك وسلما لأوليائك نحب بحبك الناس ونعادي بعداوتك من خالفك من خلقك. اللهم هذا الدعاء وعليك الإجابة وهذا الجهد وعليك التكلان وإنا لله وإنا إليه راجعون ولا حول ولا قوة إلا بالله العلي العظيم. اللهم يا ذا الحبل الشديد والأمر الرشيد أسألك الأمن يوم الوعيد والجنة يوم الخلود مع المقربين الشهود والركع السجود الموفين بالعهود إنك رحيم ودود وأنت تفعل ما تريد. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് തസ്ബീഹാണ്. സുബ്ഹാനല്ലദീ തഅത്തഫ ബിൽ ഇസ്സി വഖാല ബിഹി സുബ്ഹാനല്ലദീ ലബിസൽ മജ്ദ വതകറമ ബിഹി സുബ്ഹാനല്ലദീ ലാ യൻബഗി തസ്ബീഹു ഇല്ലാ ലഹു സുബ്ഹാനദിൽ ഫദ്ലി വൽ നിഅം സുബ്ഹാനദിൽ ഖുദ്റതി വൽ കറം സുബ്ഹാനല്ലദീ അഹ്സാ കുല്ല ഷൈഇൻ ബിഇൽമിഹി. 6 തസ്ബീഹുണ്ട്. ഈ 6 തസ്ബീഹിൻ്റെ മാത്രമുണ്ട് യൂസുഫ് നബാനി ഇമാം രേഖപ്പെടുത്തിയിട്ട് ഷഹാദത്തിൽ ഒരു 4 റക്അത്ത് നിസ്കാരം പറയുന്നത് ഹദീസാണത്. 4 പ്രത്യേക സൂറത്ത്, വലിയ സൂറത്തുണ്ട്, യാസീൻ സൂറത്തുണ്ട്, ദുഹാനുണ്ട്, അങ്ങനെ ഉണ്ട് വലിയ സൂറത്ത്. അത് ഓതിയിട്ട് ഈ ഇപ്പം പറഞ്ഞ തസ്ബീഹില്ലേ സുബ്ഹാന, അത് ദുനിയാവിലൊന്നും സംസാരിക്കാതെ 100 വട്ടം ചെയ്യില്ലേ. എന്നിട്ട് മാരകമായ പല രോഗങ്ങളും മാറുന്ന സംഭവം എന്നതിൽ പറയുന്നു. യൂസുഫ് നബാനി ഇമാം പറയുന്ന കാലൽ ഫക്കീർ എന്നിട്ട് മൂപ്പർ തുടങ്ങുന്നുണ്ട്. മൂപ്പർ രോഗത്തിൽപ്പെട്ടു പോലും, എന്നിട്ട് ബാക്കിയാവുമെന്ന് തോന്നിയിട്ടില്ല. ആ രൂപത്തിൽ എല്ലാവരും കൈയൊഴിച്ച്, എന്നിട്ട് ഈ ഫായ്ദ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഉള്ള ആഫിയത്ത് അതിനെ കൊണ്ട് നിൽക്കുന്നുണ്ടെന്ന്, ഞാൻ കിതാബ് ഉണ്ടാക്കുന്ന കാലം ആ ആഫിയത്ത് ഉണ്ടെന്ന് അവർ പറയുന്നു. സാധുത്താറിലുണ്ട്. പക്ഷേ 5 തസ്ബീഹ് ഇവിടെ 6 തസ്ബീഹാണ് അല്ലേ സുബ്ഹാന. അതാ കുറച്ച് വ്യത്യാസമുണ്ട്. അതെ. يعني اللهم اجعل لي نورا في قلبي ونورا في قبري ونورا في سمعي ونورا في بصري ونورا في شعري ونورا في بشري ونورا في لحمي ونورا في دمي ونورا في عظامي ونورا من بين يدي ونورا من خلفي ونورا عن يميني ونورا عن شمالي ونورا من فوقي ونورا من تحتي. اللهم زدني نورا وأعطني نورا واجعل لي نورا. أدعاء يعني فإذا فرغت من الدعاء നിന്ന് വിരമിച്ചാൽ فلا تشتغل إلى أداء الفريضة. ഫർള് നിസ്കാരം ഇഖാമത്തോട് കൊടുക്കുമല്ലോ, അതുവരെ നീ ശുഗലാകാൻ പാടില്ല. ഇല്ലാ ബിദിക്രില്ലാഹി തആല, അള്ളാഹിൻ്റെ ദിക്ർ കൊണ്ടും തസ്ബീഹ് കൊണ്ടുമല്ലാതെ. പിന്നെ തണുപ്പത്തിരുന്നതിന് കൂടുതലല്ലത്. അപ്പം ദിക്ർ, തസ്ബീഹ്, ഖിറാഅത്തുൽ ഖുർആൻ ഇതുകൊണ്ടേ ശുഗലാക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 20 മിനിറ്റെല്ലാം ആക്കുമ്പോഴെല്ലാം ശരിക്കും ചെല്ലാം. ഇനി ഫൈദാ സമീഅത്തൽ അദാന ഫി അസ്നാഇ ദാലിക, ഇതിൻ്റെ ഇടയിൽ നീ ബാങ്ക് കേട്ടാൽ ഫഖ്തഅ മാ അൻത ഫീഹി, ഇപ്പോൾ ഉള്ള പണിയെല്ലാം നിർത്തുക. വഷ്തഗിൽ ബി ജവാബിൽ മുഅദ്ദിൻ, മുഅദ്ദിനിന് ജവാബ് ചെയ്യലുകൊണ്ടാണ് ഏർപ്പെടേണ്ടത്. അപ്പോൾ ഫൈദാ ഖാലൽ മുഅദ്ദിനു, ആ ജവാബിൻ്റെ രീതിയാണ് പറയുന്നത്, അതുകൊണ്ട് ഫാ കൊണ്ട് തുടങ്ങിയത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഫഖുൽ മിസ്ല ദാലിക, അല്ലാഹു അക്ബർ പറഞ്ഞു. വകദാലിക ഫീ കുല്ലി കലിമത്തിൻ, അങ്ങനെ എല്ലാ കലിമത്തിലും പറഞ്ഞു. ഫൈദാ ഖാല ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് പറയുമ്പോൾ എന്താണ്? ഫഖുൽ ഫീഹിമാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം എന്നാണ് പറയേണ്ടത്.
അതുപോലെ അസ്സലാത്ത് ഖൈറും മിനൻ നൗമ് പറഞ്ഞാൽ ഫഖുൽ സദഖത വബരിർത എന്ന് പറയുക. ഫൈദാ സമിഅത ഇഖാമത ഫഖുൽ മിസ്ല മാ യഖൂലു, ഇഖാമത്തുൽ അങ്ങനെ തന്നെ. ഇല്ലാ ഫീ ഖൗലി ഖദ് ഖാമത്തിസ് സലാത്തു എന്ന് പറയില്ലേ, ഫഖുൽ അഖാമഹല്ലാഹു വഅദാമഹ മാദാമത്തിസ് സമാവാതു വൽ അർളു. ഫൈദാ ഫറഗത മിൻ ജവാബിൽ മുഅദ്ദിൻ, അതാ മുഅദ്ദിനിൻ്റെ ജവാബ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഫഖുൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അവിടെ ഇന്ദ ഹുളൂരി സലാത്തിക്ക എന്ന ആ ദുആയിൽപ്പെട്ട തന്നെയാണ് അങ്ങനെ തന്നെയുള്ളത്. വാസ്വാതു ദുആത്തിക്ക വാസ്വാതി ദുആത്തിക്ക വൈദ്ബാരി ലൈലിക്ക വൈക്ബാരി നഹാരിക്ക. അപ്പം എന്താക്കും, നിന്നെ നമസ്കാരം ഹാജരായ ഈ വക്കത്തിൽ ഞാൻ ചോദിക്കുന്നു എന്നായി അപ്പർത്ഥം. നിസ്കാരത്തിൻ്റെ സമയം ഹാജരായല്ലോ അപ്പോഴും. അതുപോലെ നിന്നെക്കൊള്ള വിളിക്കുന്ന ആളെ വിളി, ഏതാ വിളി, ബാങ്ക്, അതിൻ്റെ ശബ്ദം ഇപ്പോൾ ഉള്ളത്. അതുപോലെ രാത്രി പോകുന്നു, പകൽ മുന്നിട്ട് വരുന്നു. അപ്പോൾ ഓരോ സമയത്തിൻ്റെ പ്രത്യേകത. അൻ തുഅ്തിയ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫീഅത വബഅസുഹു അൽ മഖാം അൽ മഹ്മൂദ് അല്ലദീ വഅദ്തഹു ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്നാണ്. ഇനി ഫൈദാ സമിഅത്തൽ അദാന വഅൻത ഫിസ്സലാത്തി, നീ നമസ്കാരത്തിലായിരിക്കവേ ബാങ്ക് കേട്ടാൽ ഫതമ്മിമി സ്വലാത്ത, നമസ്കാരം പൂർത്തിയാക്കണം. അവിടെ ജവാബല്ല. സുമ്മ തദാറക്കൽ ജവാബ ബഅദ സലാമി അലാ വജ്ഹിഹി, പിന്നെന്താക്കണം, സലാമിന് ശേഷം ഇപ്പം ജവാബ് വീണ്ടെടുക്കുക എന്നാണ്. അപ്പോൾ നിസ്കാരത്തിൽ കൊണ്ടിട്ട് ജവാബ് ചെയ്യലില്ല. മാത്രമല്ല സദഖത്തോ വരെടുത്ത പറഞ്ഞ നിസ്കാരം ബാത്തിലാവും, ഖിതാബ് ഒന്നുമില്ലേ. ഇനി ഫൈദാ അഹ്റമൽ ഇമാമു ബിൽ ഫർളി, ഫർള് കൊണ്ട് ഇമാം ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ ഫലാ തസ്തഗിൽ ഇല്ലാ ബിൽ ഇഖ്തിദാഇ ബിഹി, ഇമാമിനെ തുടരൽ കൊണ്ടല്ലാതെ നീ ശൂലാവണ്ടാന്ന്. വസല്ലി റക്അത്തൈൽ ഫർളി, ഇനി ഫർളിൻ്റെ 2 റക്അത്ത് നമസ്കരിക്കണം. കമാ സയുത്ല അലൈക ഫീ കൈഫിയത്തി സ്വലാത്തി വാദാബിഹ, നിസ്കാരത്തിൻ്റെ കൈഫിയത്തും ആദാബും പറയുന്ന സ്ഥലത്ത് അത് പിറകെ പറയും. സൂറത്ത് ഓതണോ വേണ്ടിയോ, ഇമാമിൻ്റെ സൂറത്ത് കേൾക്കുമ്പോൾ സൂറത്ത് ഓതണ്ട എന്നൊക്കെ വിഷയമില്ലാതെ പറയും. ഫൈദാ ഫറഗ്ത, എന്നെല്ലാം തീർന്ന് ഫഖുൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അല്ലാഹുമ്മ അൻതസ്സലാമു വമിൻകസ്സലാം വഇലൈക യഊദുസ്സലാം ഫഹയ്യിനാ റബ്ബനാ ബിസ്സലാം. ഹയ്യ എന്ന് പറഞ്ഞാൽ തഹിയ്യത്ത് നൽകുക എന്നർത്ഥം, ജീവിപ്പിക്കണമെന്നല്ല, ജീവിപ്പിക്കണം എന്നർത്ഥത്തിനാണ് അഹയ്യിന എന്നാണ് പറയേണ്ടത്. ഇതേതാ സാധനം, ഹയ്യ. വൈദാ ഹുയ്യീതും ബി തഹിയ്യത്തിൻ, അപ്പോൾ സലാമ് കൊണ്ട് നമ്മളെ തഹിയ്യത്ത് നൽകണം എന്ന അർത്ഥം. വഅദ്ഖിൽനാ ദാറസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം സുബ്ഹാന റബ്ബിയൽ അലിയ്യൽ അലൽ വഹാബ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു അഹ്ലുൻ നിഅമതി വൽ മിന്നതി വൽ ഫളി വസ്സനാഇൽ ഹസൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീന വലൗ കരിഹൽ കാഫിറൂൻ. ഇന്ന് കുറേ ഭാഗം പല സ്ഥലത്തും പ്രൈം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. സുമ്മ ദുഅ ബഅദ ദാലിക ബിൽ ജവാമിഇൽ കവാമിൽ, സമ്പൂർണ്ണമായതും ധാരാളം അർത്ഥം ഒരുമിച്ച് കൂട്ടിയതുമായ ദുആകളാണ് ദ്വാരക്കേണ്ടത്. നമ്മൾ ചില്ലറയാക്കുന്നതിനേക്കാണ് ഒറ്റ വാക്കിലെല്ലാം അടങ്ങിയിട്ടുണ്ടാവും. അതാ വഹിയ മിമ്മ അല്ലമഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആയാണത്. ആര്? ആയിഷ റളിയല്ലാഹു തആല, ആയിഷ ബേബിക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഫഖുൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വ ആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അലം, എല്ലാം അടങ്ങിയില്ലേ. വ അഊദു ബിക മിനശ് ശർരി കുല്ലിഹി ആജിലിഹി വ ആജിലിഹി, ആജിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം വർത്തമാനകാലം, ആജിലി ഭാവി. മാ അലിംതു മിൻഹു വമാ ലം അലം അസ്അലുക്കൽ ജന്നത വമാ ഖറബ ഇലൈഹ മിൻ ഖൗലിൻ ഔ അമലിൻ ഔ ഇഅ്തിഖാദിൻ, സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യം എന്തുണ്ടോ അതല്ലായി. വ അഊദു ബിക മിനന്നാരി വമാ ഖറബ ഇലൈഹ മിൻ ഖൗലിൻ ഔ അമലിൻ ഔ ഇഅ്തിഖാദിൻ വ അസ്അലുക മിൻ ഖൈരി മാ സഅലക മിൻഹു അബ്ദുക വ നബിയ്യുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്തഈദുക മിമ്മ ഇസ്തആദക മിൻഹു അബ്ദുക വ നബിയ്യുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
അല്ലാഹുമ്മ വമാ ഖളൈത ലീ മിൻ അംരിൻ ഫജ്അൽ ആഖിബതഹു റഷദാ. ഇനി സുമ്മദുഉ ബിമാ ഔസാ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസിയത്ത് ചെയ്ത ഒരു ദുആയുണ്ട്. ആർക്ക്? ഫാത്തിമ റളിയല്ലാഹു അൻഹയോട്. വഖുൽ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു ലാ തകിൽനി ഇലാ നഫ്സി വലാ ഇലാ അഹദിൻ മിൻ ഖൽഖിക തർഫത ഐൻ വഅസ്ലിഹ് ലീ ശഅനി കുല്ലഹു എന്നാണ് ഫാത്തിമ ബീവിയോടുള്ള വസിയത്ത്. ഇത് രോഗം മാറാൻ വേണ്ടി വലിയ പല ഹസീനത്തുൽ അസ്റാറിലുണ്ട്. അതെ അതെ. ആ 18 മറ്റൊന്ന്, അത് വേറൊന്ന്. രോഗം മാറാൻ വേണ്ടിയിട്ട് ഹസീനത്ത് ഇന്നത്തെ ഹസീനത്തിലുണ്ടോയെന്ന് പറയാം. ഹസീനത്തുൽ കുബറ ഉണ്ട്. ഇന്നുള്ളത് അതിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ. ഈ അച്ചടിച്ച് വരുന്നത് കുബറ ഞാൻ കണ്ടതിടയിൽ താനൂര് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടാക്കിയ ഒരു സ്ഥാപനം ഉണ്ടല്ലോ, അതിൽ പഴയ കിതാബുകളുണ്ട്. അതുണ്ട് കുബറ. ഫാത്തിമ ബീബി രോഗിയായി ഇങ്ങനെ കിടക്കുന്നു. എന്താ ഫാത്തിമ? സുഖയിലാന്ന്. ഞാൻ എനിക്ക് ദുആ പറഞ്ഞു തന്നിട്ട് അന്ന് ചെല്ലാഞ്ഞെന്ന് വെച്ചു. അത് ഈ ദുആയായിരുന്നു. ഇതാ യാ ഹയ്യു യാ ഖയ്യൂം. ഇപ്പോൾ ഇത് തന്നെ. സുമ്മ ഖുൽ മാ ഖാലഹു ഈസാ അലാ നബിയിന വ അലൈഹിസ്സലാം. അതാണ് ആ സലാത്തിനെ അമ്മക്കിയാണ്. അലാ നബിയിന വ അലൈഹിസ്സലാം എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്ബഹതു ലാ അസ്തതിഉ ദഫഅ മാ അക്റഹു. എനിക്ക് അനിഷ്ടപരമായ കാര്യങ്ങൾ തടുക്കാൻ എന്നെക്കൊണ്ട് കഴിയൂല. വല അംലിക്കു നഫ്അ മാ അർജു. ഞാൻ ആഗ്രഹിക്കുന്ന ഉപകാരങ്ങളെ ഞാൻ മിൽക്കാക്കുന്നുമില്ല. വാസ്ബഹൽ അംറു കുല്ലുഹു ബിയദി ഗൈരി. എൻ്റെ എല്ലാ കാര്യങ്ങളും ഒറ്റൊരാളുടെ കയ്യിലാണ്. മറ്റൊരുത്തൻ്റെ ആ ഗൈറാരെന്നല്ല, നിങ്ങളുടെ പടപ്പുകളല്ല. വാസ്ബഹത്തു മുർത്തഹനം ബി അമലി. എൻ്റെ അമല് കൊണ്ട് ഞാൻ പണയം വെക്കപ്പെട്ടവെന്ന് പറഞ്ഞാൽ അമലിനനുസരിച്ചായിരിക്കും പ്രതിഫലം കിട്ടുക. എന്താക്കും? അമലിന് പിന്നെ പണയം വെച്ച്. ഫല ഫക്കീർ അഫ്കറു മിന്നി. എന്നെക്കാണ് ഫക്കീറായ വേറൊരാളില്ല. അല്ലാഹുമ്മ ലാ തുഷ്മിത് ബി അദുബി വലാ തസുഉ ബി സദീഖി വലാ തജഅൽ മുസീബതി ഫീ ദീനി വലാ തജഅൽ ദുനിയ അക്ബറ ഹമ്മി വലാ മബ്ലഗ ഇൽമി വലാ തുസല്ലിത് അലയ്യ മൻ ലാ യർഹമുനി ആമീൻ. വലാ തജഅൽ മുസീബതന ഫീ. ഞാൻ പണ്ട് നീണ്ട സബ്ജക്റ്റായിട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇനി സുമ്മദുഉ ബിമാ ബദാലക മിന ദഅവാത്തിൽ മഅ്സൂറാത്തി. ഹദീസിൽ വാരിദായ മറ്റ് ദുആകൾ എന്താണെന്ന് എനിക്ക് തോന്നുന്നത് എല്ലാം കൊണ്ട് വരുന്നു. വഹ്ഫദ്ഹ. അത് മനഃപ്പാടമാക്കിക്കോ. മിമ്മ ഔറദ്നാഹു ഫി കിതാബി ദഅവാത്ത് മിൻ കിതാബി ഇഹ്യാ ഉലൂമുദ്ദീനിൽ കിതാബു ദഅവാത്ത് എന്ന് പറഞ്ഞിട്ടൊരു ബാബുണ്ട്. അതിൽ നിന്ന് നീ മനഃപ്പാടമാക്കി പഠിച്ചോന്ന് പറഞ്ഞു. അത് അവിടത്തേക്ക് വിട്ട്. ഇനി വൽ തക് ഇഹ്യയിൽ 1-ാം ജുസല്ലേ. വൽ തകുൻ ഔഖാതുക ബഅദ സ്വലാത്തി ഇലാ തുലൂഇ ശംസി. ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് തുലൂഇ ശംസ് വരെയുള്ള ഏതാണ്ടൊരു മണിക്കൂർ കിട്ടും അല്ലേ? സാധാരണ 1:13 ഇപ്പോൾ ഒരു മുഅയ്യനായ കണക്കാണത്. ഫജ്ർ ഉദിച്ചത് മുതൽ തുലൂ വരെ 1:13. അത് കൃത്യമാക്കാൻ വേണ്ടി 1:15 എന്ന് പറയും. അതുപോലെ തന്നെ മഗ്രിബിന് ശേഷം ഇശാവ് 1:15. അപ്പം ബാങ്ക് എന്താക്കും? ലേശം കൊണ്ട് പിന്തിക്കും. അതാ അല അർബായി വലായിഫ. 4 വലായിഫ്. 1 വലീഫത്തിൻ ഫി ദഅവാത്തി. ദഅവാത്തിൽ അതിപ്പം ദ്വാരുന്നില്ല. വലീഫത്തിൻ ഫിൽ അദ്കാരി വ തസ്ബീഹാത്തി. അദ്കാർ തസ്ബീഹാത്തിലുള്ള വലായിഫ്. തുകദ്ദിഹ ഫി സുബ്ഹാത്തിൻ. ഒരു തസ്ബീഹ് മാലയിൽ നീ അതിനെന്താക്കാം? ആവർത്തിച്ചു. വലീഫത്തിൻ ഫി ഖിറാഅത്തിൽ ഖുർആൻ. ഒരു വലീഫ. വലീഫത്തിൻ ഫി തഫക്കുറിലും. അപ്പം എന്താ തഫക്കുർ? തഫക്കുറിന് പല മേഖലകളുണ്ട്. ഇവിടെ പറഞ്ഞത് തഫക്കർ ഫി ദുനൂബിക്ക വ ഖതായാക്ക. നമ്മളെ വക്കന്നുണ്ടായ ദുനൂബ് ഖതായ, അതിലാണ് തഫക്കുർ വേണ്ടി. വ തഖ്സീരിക ഫി ഇബാദത്തി മൗലാക്ക. റബ്ബിനുള്ള ഇബാദത്തിൻ്റെ വിഷയത്തിൽ പോരായ്മ കാട്ടിയതിനുള്ളതാണ്. വ തഅറുദിക ലിഇഖാബിഹിൽ അലീം. അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയ്ക്ക് നീ പാത്രീഭൂതനാവും. ഒ സഖ്തിഹിൽ അലീം. ഇതാണ് ഇവിടെയുള്ള തഫക്കുറിൻ്റെ മേഖല. വ തുറത്തിബു ബി തദ്ബീരിക ഔറാദക ഫി ജമീഇ യൗമിക്. ഇതെന്തോണം? ഇപ്പോൾ സംസ്കാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തെല്ലാം പരിപാടി വേണം? ചിലപ്പോൾ ഓഫീസിൽ പോകേണ്ടി വരും, ചില ജോലിക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഉദ്യോഗത്തിന് പോകണം. അങ്ങനെ പലതും ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല.
അപ്പോൾ ഔറാദ് നീ എന്താക്കണം, നിയന്ത്രിക്കുക, തദ്ബീർ ചെയ്യുക, ഞാനെന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. എന്നല്ല ഒരാൾക്ക് പറഞ്ഞു കൊടുത്തത് വേറൊരാൾക്ക് നടന്നോളണമെന്നില്ലല്ലോ. എന്തിനാണ്ടി തദാറക ബിഹി മാ ഫറത മിൻ തഖ്സീരിക്, നിൻ്റെ ഉപേക്ഷ കാരണത്താൽ നിനക്ക് നഷ്ടപ്പെട്ടത് എന്താകണം, അത് വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. വതതഹറസ ബിഹി മിന തഅററുദി ലിസഖത്തില്ലാഹി അസ്സ വജല്ല ഫീ യൗമിക്, നിൻ്റെ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ കോപത്തിന് നീ പാത്രീഭൂതനാവാതിരിക്കാനുള്ള കാവലുമാണത്. വതൻവിൽ ഖൈറ ലി ജമീഇൽ മുസ്ലിമീൻ, മുഴുവൻ മുസ്ലിമീങ്ങൾക്കും നീ ഖൈറുണ്ടാവണം എന്ന് ആഗ്രഹിക്കുക. വതഅസിമു അലാ അല്ലാ തസ്തഖില ഫീ ജമീഇ നഹാരിക ഇല്ലാ ബി ത്വാഅത്തില്ലാഹ്, പകൽ മുഴുവനും അള്ളാഹുവിൻ്റെ ത്വാഅത്തിലല്ലാതെ ഞാൻ ഏർപ്പെടുകയില്ല എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു. വതുഫസ്സിലു ഫീ ഖൽബിക അത്വാഅത്തില്ലത്തി തഖ്ദിറു അലൈഹ, നിനക്ക് കഴിവുള്ള എന്ത് ഇബാദത്താണോ അത് നിൻ്റെ മനസ്സിൽ നീ കോലപ്പെടുത്തിക്കുക. ഇത്ര സമയം ഖുർആൻ ഓതാ, ഇത്ര സമയത്ത് സലാത്ത്, എല്ലാം അവരുടെ ടൈം ടേബിൾ ആ സ്വയം. അതാ വേറെ ഉണ്ടാക്കിയ ടൈം ടേബിൾ മറ്റൊരാൾക്ക് പറ്റിക്കൊള്ളുന്നില്ല. പിന്നെ ഒരാമായ ഇബാദത്തുകാരനായിട്ടിരിക്കുന്ന ടൈം ടേബിൾ ഉണ്ട്, അബാരിഫിൽ മാരിഫിലുണ്ട്, അത് ഒരു തർത്തീബ്. അങ്ങനെ മസ്ലഖുൽ കരീബിൽ വേറൊരു തർത്തീബ് ഉണ്ടാവും, ചിലതിൽ ഒത്തു കിട്ടും. മസ്ലഖുൽ കരീബ് ഇതുപോലത്തെ ഒരു കിതാബാണ്. എൻ്റെ വതഖ്താറു അഫ്ളലഹ, അതിൽ നിന്ന് അഫ്ളലിനെ നീ തിരഞ്ഞെടുത്തോ. വതതഅമ്മലു ഫീ തഹയ്യത്തി അസ്ബാബിഹാ ലിതസ്തഖില ബിഹാ, എന്നിട്ടോ ഈ ഔറാദ് കൊണ്ട് ഏർപ്പെടാൻ വേണ്ടി എന്താക്കണം, ബാക്കി കാര്യങ്ങളുണ്ടല്ലോ അസ്ബാബുകളൊക്കെ, അതിന് നീ എന്താക്കണം, ഒന്ന് നീക്കുപോക്കുണ്ടാക്കണം. എന്താ ഉദാഹരണത്തിന് 10 മണി മുതൽ ഇത്ര സമയം വരെ ഇങ്ങനെ, അപ്പോൾ അസമയത്ത് മറ്റൊന്നിന് കൊടുക്കാൻ പാടില്ല. വലാ തദഇ അൻക തഫക്കുറ ഫീ ഖുർബിൽ അജൽ, ആയുസ് അടുത്തിട്ടുണ്ട് എന്നുള്ള തഫക്കുർ ഒഴിവാക്കാനേ പാടില്ല. വഹുലൂലിൽ മൗത്തിൽ ഖാതിഇ ലിൽ അമൽ, എല്ലാ ആഗ്രഹങ്ങളെയും മുറിച്ച് മാറ്റിക്കളയുന്ന മൗത്ത് ഉടനെ നമ്മളിലേക്ക് ഇറങ്ങി വരും എന്നുള്ളതും നീ ഒഴിവാക്കാൻ പാടില്ല. വഖുറൂജിൽ അംരി അനിൽ ഇഖ്തിയാർ, പിന്നെന്താക്കും, എല്ലാം നമ്മളെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു പോകും. വഹുസൂലിൽ ഹസറത്തി വൻ നദാമത്തി ബിതൂലിൽ ഇഖ്തിറാർ, നമ്മളെ ഈ തോലുള്ളമലുണ്ടല്ലോ 100 കൊല്ലം ജീവിക്കും എന്നുള്ള ആ പ്രതീക്ഷ, അതുകൊണ്ട് ചതിപ്പെട്ടു പോയതിനാലുണ്ടാകുന്ന ഖേദം കരസ്ഥമായി ആവേണ്ടി വരും. ഇനി വൽയക്കുൻ മിൻ തസ്ബീഹാത്തിക്ക വാദ്കാരിക്ക അശ്റു കലിമാത്തിൻ, നിൻ്റെ തസ്ബീഹ് അദ്കാറിൽ നിന്ന് എന്താക്കണം, 10 കലിമത്താ മുപ്പർ കൊടുക്കുന്നു. അഹദുഹ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നല്ല ജവാമിയായ ദിക്റല്ല. അസ്സാനിയത്തു ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, അതതിൻ്റെ ഒന്നാം ശിക്കേ മൂപ്പർ പറയുന്നുള്ളൂ. ചിലതിൽ മുഹമ്മദ് റസൂലുള്ളാഹി സാദിഖുൽ വഅദിൽ അമീൻ പറയാറുണ്ട്. അസ്സാലിസത്ത് മൂന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമൽ അസീസുൽ ഗഫാർ. 4 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. 5 സുബ്ബൂഹുൻ ഖുദ്ദൂസുർ റബ്ബുൽ മലായികതി വർ-റൂഹ്. 6 സുബ്ഹാനല്ലാഹിൽ അലീമി വബിഹംദിഹി. 7 അസ്തഗ്ഫിറുല്ലാഹൽ അലീമല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വസ്അലുഹു തൗബത വൽ മഗ്ഫിറ. 8 അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വലാ മുഅതി ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദു. 9 അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വൽ 10 ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഫഖദ്ദിർ കുല്ല വാഹിദത്തിൻ മിൻ ഹാദിഹിൽ കലിമാത്തി ഫീ സുബ്ഹത്തിൻ, ഒരു തസ്ബീഹ് മാലയിൽ ദാവത്ത് ചൊല്ലിക്കോ. ഇമ്മ അതെ ബിർദുൽ ലത്തീഫല്ല, ഹദ്ദാദ് റാത്തീബായാലും മതി. അതിന് ഹദ്ദാദ് പകലിക്കൂടെ വന്നു ചൊല്ലിക്കൂടാന്ന് ആരാ പറഞ്ഞു? അതെ, അത് ഈ ബാലവി തരീക്കത്തിൽ രാവിലെ ബിർദുൽ ലത്തീഫ്, രാത്രി ഹദ്ദാദ്, അങ്ങനെയാണ് റാത്തിബുൽ ഇഷാ എന്ന മൂപ്പർ അതിന് പേര് കൊടുത്തു.
അത് മൂപ്പർ നിശ്ചയിച്ചതാണ്. അല്ലാണ്ട് ആ അസ്കാർ പകല് ചൊല്ലിക്കൂടാ നട്ടത്തിനല്ല. അങ്ങനെ നമ്മുടെ നാട്ടിൽ ചില എത്തിക്കാന്നുണ്ടല്ലോ, രാത്രി റാത്തി വെല്ലം കഴിച്ചുവിടും. അതുകൊണ്ട് ഇനി ഇമ്മാമിയത്ത ഒന്നിക്ക് 100 ഔ 70 അല്ലെങ്കിൽ 70 അത് 10 മറാത്തിൻ അല്ലെങ്കിൽ 10 വഹു അക്കല്ലുഹ 10 കുറക്കണ്ടാന്ന്. അത് മിനിമയല്ല. എന്തിനാ 10 കരിമത്തില്ലേ, 10 എണ്ണായാൽ യക്കൂനൽ മജ്മൂമിയത്ത മറ ടോട്ടൽ 100 നമ്മൾ ചെല്ലുന്ന അദ്കാർ ഷാമിലായാലും അത് അതിലെല്ലാം ഒരു വകയിലുണ്ട്. അതെ. അനി വലാസിം ഹാദിഹിൽ ഔറാദ, ഈ ഇതിനെ നീ നിത്യമാക്കണം. വലാ തതക്കല്ലം ഖബ്ല തുലൂഇ ശംസ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സംസാരിക്കേണ്ടെന്നാണ്. ഒക്കെ പാലിക്കുന്ന ചുരുക്കം ആളുകളുണ്ട്. കാണാനോട് അബ്ദുൽ നൗസലിയാർ ഇഷാൻ്റെ പിന്നടിയിലും മുണ്ടില്ല, സഭയ്ക്ക് നിൽക്കാരം കഴിഞ്ഞിട്ടും തുല വരെ ഒന്നും മുണ്ടില്ല എന്നാണ്. അത് ഈ അവതാരം മുടക്കിയിട്ട് ഒരു പരിപാടിക്ക് നിൽക്കില്ല. അതന്നെ ബഹുമാനപ്പെട്ട ഹസ്രത്ത് റളിയല്ലാഹു അൻഹു പാപ്പശ്ശേരി 3 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ ഇസ്രാക്ക് നിൽക്കാറ് കഴിഞ്ഞിട്ട് കിബിലൻ തന്നെ തെറ്റും പോലെ ആയിരുന്നു. ഇത്തം തന്നെ ചെല്ലെല്ലാം കഴിഞ്ഞിട്ട് ഒന്നും കുടിക്കുകയും ചെയ്യില്ല, ഇത്തം മുണ്ടൂല. അല്ല, അവർക്ക് പിന്നെ റോസ് കൊടുക്കാന്നല്ലാണ്ട് വേറെ നടക്കില്ല പണി. അതൊരു വദീഫയാണല്ലോ. അത് നമ്മൾ സ്വയം ഉണ്ടായിക്കൊന്നല്ല പറഞ്ഞത്. ആ പോകുന്ന പോക്കിലെന്തെങ്കിലും ചെല്ലാം. യാത്ര പോകുന്ന ആളാണെങ്കിൽ ചിലത് ഖുർആൻ വെച്ചിട്ട് ഇങ്ങനെ കേട്ടോ വണ്ടി ഓടിക്കുന്ന ആളില്ലേ, അത് ഇസ്തിമാൽ ഖുർആനുമായി അതിൻ്റെ കൊക്ക ഒതുന്ന ആളുമുണ്ട്. പണ്ട് നമ്മൾ ഇവിടെ നിന്ന് മക്കത്തുനിന്ന് അന്ന് നിങ്ങണ്ട ഡ്രൈവർ അബ്ദുൽ ബാസിത്തിൻ്റെ ഖിറാഅത്തും വെച്ച് ഇയാൾ കാണാപ്പഴടിച്ചോതെന്നു. തിരോളത്ത 4-5 മണിക്കൂർ ഇങ്ങനെ ഓടുന്നോറ് ഇയാളോ തന്നെ. ഇയാളായിരുന്നു വന്നു ഒരു സുഡാനി. എന്നിട്ട് ആരോ നമുക്ക് ഉറങ്ങണോ ഇത് ബന്ധാക്കാൻ മൂപ്പര് കലമ്പിയില്ലേ, ഉറക്കിനേക്കാണ് അപ്പം നല്ല ഖുർആനാന്ന്. അന്ന് നിങ്ങണ്ടേനാ അതെ, അതെല്ലാം നമ്മ ആക്കിയാലാകാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മൾ ചെറിയ ശ്രദ്ധ വെക്കണമെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇന്നദാലിക അഫ്ളലു മിൻ ഇഅ്താഖി സമാനി റിഖാബിൻ മിൻ വലദി ഇസ്മായിൽ. ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പര എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കുടുംബമെന്ന് ആര്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ നബിതങ്ങളെ അങ്ങനെ കുത്തനെ വരലേന്ന്. ഇബ്രാഹിം ഇസ്മായിൽ തുടങ്ങിയിട്ട് ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ ലോകത്തുള്ള ഏറ്റവും വലിയ കുടുംബ പാരമ്പര്യമാണ് ഇത്, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ പാരമ്പര്യം. അതിൽ നിന്നുള്ള 8 അടിമകളെ മോചിപ്പിക്കുന്നതിനാക്കാണ് അഫ്ളൽ എന്ന് പറഞ്ഞത്. കാരണം മോചിപ്പിക്കുന്ന അടിമൻ്റെ മൂല്യം അനുസരിച്ച് ഇത്തക്കിന് കൂലി കൂടും. അല നബീന അലിഹിസ്സലാം, അതിന് ഇസ്മായിൽ അലൈഹി സ്വലാമിന് സലാം പറഞ്ഞത്. അപ്പം ഇന്ന ദാലിക്ക എന്ന് പറഞ്ഞ ലമീറടുത്തേക്ക് ആ ഇഷാറത്ത് അതിനെ അൽ ഇസ്തിഖാല ബിദ്ദിക്രി ഇലാ തുലൂഇ ശംസീൻ, സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ആ ദിക്റ് കൊണ്ടുള്ള ഏർപ്പാട് മിൻ ഗൈരി യതഖല്ലലഹു കലാമ്, വേറെ കലാമ് ഇടകലരാത്ത വിധത്തിലാക്കലിനാണ് ഈ മഹത്വം പറഞ്ഞത്. ഫഅലം ദാലിക വഫഖ ഇൻഷാ അല്ലാഹു തആല. ഇനി മനസ്സിലായിക്കോ, അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് മൂപ്പർ ദുആയും ചെയ്ത് ആ ബാബ് അടുത്തേക്ക് എത്തിച്ച്. അതെ, ഓൻ്റെ വദായിഫിൽപ്പെട്ടതാണെങ്കിൽ ഓൻ്റെ നിയന്ത്രണത്തിൽപ്പെട്ടതല്ല ഞാൻ അനുസരിക്കേണ്ടി വരൂലേ. നമ്മളെ സ്വയം നിയന്ത്രണത്തിലുണ്ടെങ്കിലല്ലേ. അതപ്പോൾ ആകെ നിർത്തിവാക്കിയാൽ മതി. ഇതിൽ കഴിഞ്ഞിട്ട് ടൈം നോക്കണം, അത് നഷ്ടപ്പെടും. ഇനി സൂര്യൻ ഉദിച്ചത് മുതൽ സവാര വരെയുള്ളതാണ്. അതിന് ടൈമായല്ല ദേശം.